എം നികേഷ് കുമാർ, ഇപ്പോൾ ഇ ഡി പറയുന്നത് ഒരു കൺഫ്രണ്ടേഷൻ എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാനാവാത്തതാണ്. അതിനാസ്പദമായി അവർ പറയുന്നത് ഞങ്ങൾക്ക് ഈ മണി ട്രെയിൽ അത് എങ്ങനെയാണ് എന്ന് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് അരവിന്ദ് കെജ്രിവാളിനെ കിട്ടിയേ തീരൂ. അതാണ് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം. ഏറ്റവും ഒടുവിലായി അവർ പറയുന്നതും അതുതന്നെയാണ്. അതായത് ഈ എക്സൈസ് പോളിസി മദ്യനയം മാറ്റിയത് തന്നെ ഗോവ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് ഫണ്ടിങ് നടത്തുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അതിലേക്കുള്ള കൃത്യമായ ലിങ്ക് എന്താണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ കസ്റ്റഡിയിൽ കിട്ടിയേ തീരൂ. അപ്പോൾ നേരത്തെ ഇ ഡി പറഞ്ഞ കാര്യങ്ങൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് മറുഭാഗത്ത് ആദ്യ ഘട്ടത്തിൽ തന്നെ സിംഗ്വി പറഞ്ഞതാണ് ഇ ഡി തന്നെ എല്ലാം ചെയ്യുന്ന രീതിയിലേക്ക്, അതായത് കണ്ടെത്തുന്നതും കുറ്റക്കാരനാക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇ ഡി മാത്രമാണ് എന്ന രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നത് ശരിവെക്കുന്ന തരത്തിലല്ലേ ഇപ്പോൾ ഈ മണി ട്രെയിൽ ഞങ്ങൾക്ക് കണ്ടെത്തണം, അതായത് ഇതുവരെ വന്ന സാക്ഷിമൊഴി അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും തങ്ങളുടെ പക്കലില്ല എന്നല്ലേ ഇ ഡി അതിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഒരു സ്വയം വിമർശനമായി അവരിലേക്ക് വരാവുന്ന ഒരു ആയുധമല്ലേ അവരിപ്പോൾ നടത്തിയ ഈ സ്റ്റേറ്റ്മെന്റ്. മനു അഭിഷേക് സിംഗ്വി അതിന് നൽകിയിട്ടുള്ള മറുപടി മണി ട്രെയിൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യലിന് ഉപയോഗിക്കാമെന്നല്ലാതെ മണി ട്രെയിൽ റിമാൻഡിന് വേണ്ടി ഉപയോഗിക്കരുത്. റിമാൻഡ് എന്ന് പറയുന്നത് റബ്ബർ സ്റ്റാമ്പ് അല്ല. റിമാൻഡ് എന്ന് പറയുന്നത് നിലവിൽ എന്തെങ്കിലും കേസ് ആരോപണ വിധേയനിൽ ഉണ്ടോ എന്നുള്ള പരിശോധനയ്ക്ക് ശേഷം മാത്രമേ റിമാൻഡ് സാധ്യമാകൂ എന്നുള്ളതാണ്. നോക്കൂ, മണി ട്രെയിലിനെ സംബന്ധിച്ചിടത്തോളം ഈ മണി ട്രെയിലിൻ്റെ ഘട്ടത്തിൽ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിലും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലും അരവിന്ദ് കെജ്രിവാൾ ഇല്ല. മുൻകാല കേസുകളെല്ലാം നമുക്കറിയാവുന്നതാണ്. മനീഷ് സിസോദിയയുടെ കാര്യത്തിലായാലും കെ കവിതയുടെ കാര്യത്തിലായാലും സഞ്ജയ് സിംഗിൻ്റെ കാര്യത്തിനായാലും ഒക്കെ തന്നെയും ഈ മണി ട്രെയിൽ തന്നെയാണ് അവരെ ഇപ്പോഴും ജയിലിൽ നിർത്തിയിരിക്കുന്നത്. പക്ഷേ ആദ്യ കുറ്റപത്രത്തിൽ ഇല്ലാത്ത ഈ പറയുന്ന അപ്രൂവറുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലും ഇല്ലാത്ത അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ അവസാന ഘട്ടത്തിൽ, അതും മോഡൽ കോഡ് ഓഫ് കോണ്ടാക്ട് പ്രഖ്യാപിച്ചതിന് ശേഷം ഉള്ള ഒരു ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ പങ്കാളിയാവുക എന്നുള്ളത് അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിനിടെ ഈ പറയുന്ന തെളിവുകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് എന്നെ നേരത്തെ അറസ്റ്റ് ചെയ്തില്ല എന്നാണ് സീനിയർ അഡ്വക്കേറ്റ് ചൗധരി ചോദിച്ചത്. അങ്ങനെ അറസ്റ്റ് ചെയ്യാതെ ഈ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് നിലവിൽ വന്നതിന് ശേഷമുള്ള അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന വാദം ഉയർത്തുന്നതിന് വേണ്ടിയാണ്. നോക്കൂ സുജിയ, സാധാരണഗതിയിൽ കോടതിയിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വാദങ്ങൾ ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടി ഓഫീസുകളിലെ ബ്രീഫിങ്ങുകളിലോ അല്ലെങ്കിൽ ടെലിവിഷൻ ചർച്ചകളിലോ ഒക്കെ നടക്കുന്ന രീതിയിലുള്ള വാദങ്ങളൊന്നും സാധാരണഗതിയിൽ കോടതിയിൽ നടക്കാറില്ല. PMLA കേസിലാണെങ്കിൽ വളരെ സാങ്കേതികമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ മാത്രമാണ് ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇന്ന് സുപ്രീം കോടതിയിലെ 2 ബെഞ്ചുകളിൽ നോക്കിയാലും ഇപ്പോൾ റോസോസ് കോടതിയിൽ നോക്കിക്കഴിഞ്ഞാലും രണ്ടിടത്തും രാഷ്ട്രീയ വാദങ്ങളാണ് മുഴച്ചു നിൽക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ആൾക്ക് വേണ്ടി മാത്രം 3 അഭിഭാഷകൻ ഹാജരാകുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് RV രാജു പറയുകയാണ്. മാത്രമല്ല കോടതിയിലെ വ്യത്യസ്തമായ വാദങ്ങൾ ഉയർത്താൻ വേണ്ടി അഭിഷേക് മനു സിംഗ്വിക്ക് പുറമെ സീനിയർ അഡ്വക്കേറ്റുമാരായ മറ്റ് 2 പേർ കൂടി അണിനിരക്കുമ്പോഴുണ്ടാകുന്ന ഒരു ചൂടും യഥാർത്ഥത്തിൽ റോസ് ഹൗസ് കോടതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും അരവിന്ദ് കെജ്രിവാളിനെ രാഷ്ട്രീയമായ വിശകലനം ചെയ്യുകയാണ് എങ്കിൽ അരവിന്ദ് കെജ്രിവാൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഇതാദ്യമായിട്ടാണ് ഒരു സിറ്റിംഗ് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ സിറ്റിംഗ് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഞാൻ മുഖ്യമന്ത്രി പദത്തിൽ തന്നെ തുടരും, ജയിലിൽ പോയാലും മുഖ്യമന്ത്രി പദത്തിൽ തന്നെ തുടരും എന്ന് പ്രഖ്യാപിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ പലതരത്തിലുള്ള ലഫ്റ്റനൻറ്റ് ഗവർണർ ഇടപെടലുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് ഇനി അടുത്ത മണിക്കൂറുകളിൽ കാണാം. അതെല്ലാം തന്നെയും ഈ റിമാൻഡിൻ്റെ കാര്യത്തിനകത്ത് തീരുമാനമായതിനു ശേഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ രാഷ്ട്രീയ രംഗം ആകെ കലങ്ങിമറിയുകയാണ്. ഇത് ഒരു സംസ്ഥാനം എന്ന നിലയിൽ മാത്രമായി നമുക്ക് കാണാനാകില്ല. രാജ്യ തലസ്ഥാനം എന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടി കുറേ കൂടുതൽ സംസ്ഥാനങ്ങളിൽ വേരുപിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ വലിയ നിലയിൽ കലുഷിതമായ ഒരു അന്തരീക്ഷം ഇന്ന് നമ്മൾ രാവിലെ മുതൽ കണ്ടിട്ടുള്ളതാണ്. ദില്ലിയിലും ഒരുപക്ഷെ കേരളം അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും എല്ലാം തന്നെയും വലിയ പ്രതിഷേധ പ്രകടനങ്ങളാണ് നടന്നിട്ടുള്ളത്. വെറും ആം ആദ്മി പാർട്ടി അല്ല, ആം ആദ്മി പാർട്ടി മാത്രമല്ല ഈ വിഷയം എടുത്ത് പ്രതിഷേധ സമരവുമായി മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസും CPIM അടക്കമുള്ള ദേശീയ പാർട്ടികൾ ഈ വിഷയമെടുത്ത് മുന്നോട്ട് പോകുന്നു. തങ്ങളുടെ ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്താൽ എന്താണ് പ്രതിഷേധമുണ്ടാവുക, സമാനമായ വിധത്തിലുള്ള പ്രതിഷേധത്തിലേക്കാണ് കോൺഗ്രസും CPIM RJDയും സമാജ്വാദി പാർട്ടി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധ ശബ്ദവുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. സുജയ.